കൃഷ്ണ ഗുരുവായൂരപ്പ, ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് രണ്ട് കാര്യങ്ങളാണ് പറയാൻ വരുന്നത്. പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. അതായത് ഗുരുവായൂരപ്പൻ്റെ പള്ളിവേട്ട കഴിഞ്ഞിട്ട് ആറാട്ടിൻ്റെ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കും ഭഗവതി കെട്ടിൽ. അതായത് ഇളനീരഭിഷേകം. ആ ഇളനീരഭിഷേകത്തിൻ്റെ ഒരു കഥയാണ് ആദ്യം തന്നെ പറയാനുള്ളത്. മറ്റൊന്ന് ഗുരുവായൂരപ്പൻ്റെ സങ്കട നിവർത്തി, അതിൻ്റെയും കഥ. ആ രണ്ട് കഥകളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. സങ്കട നിവർത്തിയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു കഥ, അവിടുത്തെ കാര്യസ്ഥൻ, ഗുരുവായൂർ അമ്പലത്തിലെ കാര്യസ്ഥൻ എന്നുള്ള തലത്തിലുള്ള ഒരാൾ, അതായത് കണ്ടിയൂർ പട്ടത്ത് നമ്പീശൻ. അദ്ദേഹം വളരെ കണിശക്കാരനായിരുന്നു, വളരെ സത്യസന്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവൃത്തി അത് മറ്റു പലർക്കും അത് ബുദ്ധിമുട്ടായിരുന്നു. കാരണം സത്യസന്ധന്മാർക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ മാതിരി. അപ്പോൾ അവിടുത്തെ പ്രമാണിമാരെല്ലാവരും കൂടി അദ്ദേഹത്തെ നമ്മുടെ കുളത്തിൻ്റെ, ഇപ്പോഴത്തെ രുദ്രതീർത്ഥ കുളത്തിൻ്റെ വടക്ക് വശത്ത് ഒരു കരിങ്കല്ല് കൊണ്ടുള്ളൊരു അത്താണി ഉണ്ട് അവിടെ. അവിടെ വെച്ചിട്ട് അദ്ദേഹത്തെ വകവരുത്തി. ആ ഒരു ആറാട്ട് ദിവസമായിരുന്നു അതുണ്ടായത്. എന്നിട്ട് അതൊക്കെ മായ്ച്ചു. അതൊക്കെ എല്ലാം മായ്ച്ച് അവർ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള തലത്തിൽ അവർ നടന്നു. പക്ഷേ ആറാട്ടിൻ്റെ പള്ളിവേട്ട കഴിഞ്ഞിട്ട് ആറാട്ടിൻ്റെ സമയത്ത് ഭഗവാൻ പഞ്ചവാദ്യത്തോടു കൂടി എഴുന്നള്ളുന്ന സമയത്ത് ആ സ്ഥലത്തെത്തിയപ്പോൾ അവിടുന്ന് ആന പിന്നെ എവിടേക്കും ഒരടി മുന്നോട്ട് അനങ്ങില്ല. അവിടെ നിന്നപ്പോൾ പ്രശ്നം വെച്ച് നോക്കിയപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അറിയപ്പെട്ടത്. അങ്ങനെ അതിന് പ്രതിവിധിയായിട്ട് ഇന്നും അവിടെ വരുമ്പോൾ ആ കണ്ടിയൂർ പട്ടത്ത് തറവാട്ടിലെ നമ്പീശൻ്റെ വീട്ടിലെ അംഗങ്ങൾ സങ്കടമില്ല എന്ന് 3 പ്രാവശ്യം പറയണം. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ആ ആന അവിടുന്ന് പോയുള്ളൂ അന്നത്തെ അവസ്ഥയിൽ. ഇന്നും അത് ആവർത്തിക്കുന്നുണ്ട്. ഇന്നും അവിടെ എത്തുമ്പോൾ വാദ്യഘോഷങ്ങളൊക്കെ ഒന്ന് നിർത്തി കുറച്ച് നേരം കരിങ്കല്ലിൻ്റെ അത്താണിയുള്ള നമ്മൾ പ്രസാദൂട്ടിനൊക്കെ വരുന്ന സമയത്ത് കാണാം. അപ്പോൾ വടക്കേ നടയിലാണത്. അപ്പോൾ അങ്ങനെയാണ് ഗുരുവായൂരപ്പൻ്റെ ആ ഒരു സങ്കട നിവൃത്തി ചടങ്ങ്. അതിന്നും അനുവർത്തിച്ചു പോരുന്ന വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചടങ്ങാണ്. അതുപോലെ രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ പോലെ കോട്ടപ്പടി അടുത്തുള്ള കിട്ട എന്ന കുടുംബം, അങ്ങനെ ഒരു കുടുംബമുണ്ട്. അവരുടെ ഒരു ഐതിഹ്യമാണ്. അതായത് സാധാരണ ഇപ്പോൾ മല്ലിശ്ശേരിയാണ് ക്ഷേത്രം ഊരാൾ. അപ്പോൾ ഇവിടെ ഗുരുവായൂർ തൊട്ടടുത്ത് ഒരു വലിയ കുടുംബത്തിൽ സദ്യ ഉണ്ടായിരുന്നു. ആറാട്ടിൻ്റെ ഇത് അറിയാതെ, ഉത്സവമാണെന്നറിയാതെ ആ നമ്മളെ ഇവിടുന്ന് ആളെ കൊടുക്കാം, അതായത് ബ്രാഹ്മണരെ, നമ്പൂതിരിമാരെ പാചകത്തിന് കൊടുക്കാമെന്ന് ഏറ്റു മല്ലിശ്ശേരി. പക്ഷേ അതിന് ശേഷമാണ് ഇവിടെ ആറാട്ടാണെന്നുള്ളതൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു. അങ്ങനെ 4 പേരെ കൊടുക്കാമെന്ന് വെച്ചു. 4 പേരെ കൊടുക്കാമെന്ന് വെച്ച സമയത്ത് ആ ദിവസം വന്നെത്തി. അന്ന് തന്നെ ഇവിടെ ആറാട്ടും. അപ്പോൾ എന്തായാലും വേണ്ടില്ല, 4 ആളും പോവാൻ നോക്കുമ്പോൾ ഒരാൾക്ക് തീരെ വയ്യാതെയായി. അപ്പോൾ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 3 പേര് പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് അറിയില്ലല്ലോ. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ വലിയ സദ്യയാണ്. അവരെ കൊണ്ടൊന്നും എത്തില്ല, അത്രയ്ക്കും ഭയങ്കര സദ്യ. എന്തായാലും വേണ്ടില്ല, ഇനിയിപ്പോൾ ആരും വരാത്തതല്ലേ. അങ്ങനെ ഇവർ ബാക്കി 3 പേര് വിഷമിച്ച് നിൽക്കുമ്പോൾ ഈ 4ാമത് വയ്യാന്ന് പറഞ്ഞ ആൾ വീണ്ടും എത്തിയിട്ട് എന്താ ചെയ്യുക, നമുക്ക് വേഗം കൂട്ടുക ഒക്കെ ചെയ്ത് ആറാട്ടിന് പോണ്ടേ എന്നൊക്കെ പറഞ്ഞ് എത്രയും വേഗം പണിയൊക്കെ തയ്യാറാക്കി സദ്യയൊക്കെ വളരെ കേമാക്കിയിട്ട് പോന്നു. അങ്ങനെ പോരുന്ന സമയത്ത് ഈ കോട്ടപ്പടിയുള്ള കിട്ട കുടുംബത്തിൻ്റെ അവിടെ എത്തിയിട്ട് ഈ ആൾ, വയ്യാന്ന് പറഞ്ഞ ആൾ അവിടെ ചെന്നിട്ട്, അതേ എനിക്ക് ഭയങ്കര ദാഹമുണ്ട്, കുറച്ച് ഇളനീര് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇളനീര് ആയിക്കോട്ടെ ഞാനിപ്പോൾ ഇട്ട് തരാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഇവിടെ നിൽക്കാനുള്ള നേരമില്ല, നേരെ ആറാട്ടുകടവിലേക്കാണ് കൊണ്ടുവന്ന് തരൂ, ഞാൻ അവിടെ കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും ശരി എത്തിക്കാമെന്ന് പറഞ്ഞു ഈ കിട്ട എന്ന കുടുംബക്കാർ. അങ്ങനെ ചെല്ലുമ്പോൾ ആറാട്ടുകടവിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചു. അപ്പോഴാണ് കിട്ട എന്ന കുടുംബക്കാർക്ക് മനസ്സിലായത് ഇത് ഗുരുവായൂരപ്പൻ തന്നെയാണ് ഇവിടെ വന്നിട്ട് ആ സദ്യക്കൊക്കെ വന്നതും വയ്യാതെ ആയതും വയ്യാന്ന് പറഞ്ഞതും എല്ലാതും. അപ്പോൾ ഇന്നും അനുവർത്തിച്ചു പോരുന്നത്
പള്ളിവേട്ട കഴിഞ്ഞ് ആറാട്ടിൻ്റെ ആ ഒരു സമയത്ത് ഇളനീരഭിഷേകം ആദ്യം തന്നെ ചെയ്യുന്നത് ഈ കിട്ട എന്ന കുടുംബക്കാരുടെ വകയായിട്ടാണ്. നമുക്കും ഭക്തർക്ക് എല്ലാവർക്കും ഇളനീര് സമർപ്പിക്കാം. അതെല്ലാതും കീഴ്ശാന്തിമാർ അഭിഷേകം ചെയ്യും. ആ ഇളനീർ വെള്ളത്തിൽ പിന്നെ ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ വെച്ചാൽ ഈ വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഭഗവാന്റെ പഞ്ചലോഹ തിടമ്പ്, അതായത് ആറാട്ടിന് ഉള്ള ആ തിടമ്പ് ഒരു വർഷത്തിലൊരിക്കൽ മാത്രമാണ് എടുക്കുള്ളൂ. അപ്പോൾ അത് ഏറ്റവും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പോൾ അത് ഇളനീർ വെള്ളത്തിൽ അഭിഷേകം ചെയ്യുകയും ചെയ്യും, മുക്കിയെടുക്കുകയും ചെയ്യും. അങ്ങനെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ഇളനീരഭിഷേകവും, 2 സങ്കട നിവൃത്തിയും. ഒക്കെ പള്ളിവേട്ട കഴിഞ്ഞ് ആറാട്ടിൻ്റെ, അതായത് നഗരപ്രദക്ഷിണത്തിൻ്റെ ആ സമയത്തൊക്കെ ഉണ്ടാവുന്ന കാര്യങ്ങളാണിത്. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഭക്തർക്കൊക്കെ ഇളനീര് കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ചെയ്യുക, പറ്റാവുന്നവരൊക്കെ. ഹരേ കൃഷ്ണ.